ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്വിസ് മാസ്റ്റർ ബൈ ആർദ്ര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വർഷത്തെ അക്ഷരമുറ്റം ക്വിസ് വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ ബോണസ് ക്വസ്റ്റ്യൻ വിജയി ആരെന്ന് നോക്കാം. ഹരിപ്രിയ എന്ന അക്കൗണ്ടാണ് ആദ്യമായി കമൻറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ അതും എല്ലാവരും ആൻസർ ചെയ്യാം. മനുഷ്യൻ്റേതിന് സമാനമായ വിരലടയാളമുള്ളതിനാൽ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുന്ന ജീവി ആര്? ഉത്തരം കോഅല. കുട്ടനാട്ടിലെ ചീനവള്ളങ്ങളുടെ നിർമ്മാണത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന മരം ഏതാണ്? ഉത്തരം മാഞ്ഞിലി. വെള്ളത്തിൽ കിടന്നാലും പെട്ടെന്ന് കേടുവരില്ല എന്നതാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കാൻ കാരണം. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ I, J എന്നീ അക്ഷരങ്ങൾക്ക് മുകളിൽ ഇടുന്ന ചെറിയ കുത്തിനെ പറയുന്ന ഇംഗ്ലീഷ് പേര്? ഉത്തരം ടിറ്റിൽ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഭൂഖണ്ഡങ്ങളായി പിരിയുന്നതിന് മുമ്പുള്ള പാൻജിയ എന്ന മഹാഭൂഖണ്ഡത്തെ ചുറ്റി നിലനിന്നിരുന്ന സമുദ്രത്തിൻ്റെ പേരെന്താണ്? ഉത്തരം പാന്തലാസ. സ്കോട്ട്ലാൻഡിൻ്റെ ദേശീയമൃഗം ഏതാണ്? ഉത്തരം യൂണിക്കോൺ. സ്കോട്ടിഷ് ഐതിഹ്യങ്ങളിൽ ഈ സാങ്കല്പിക മൃഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ദേശീയമൃഗമായി യൂണിക്കോണിനെ തിരഞ്ഞെടുത്തത്. 1911 ലൂവ്രെ മ്യൂസിയത്തിൽ നിന്ന് മൊണാലിസ മോഷണം പോയപ്പോൾ സംശയത്തിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രശസ്ത ചിത്രകാരൻ ആരാണ്? ഉത്തരം പാബ്ലോ പിക്കാസോ. സുഹൃത്ത് സംശയിക്കപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണം പിക്കാസോയിലേക്കും എത്തിയത്. UN രക്ഷാസമിതിയിൽ 1946 ആദ്യമായി വീറ്റോ അധികാരം പ്രയോഗിച്ച രാജ്യമേത്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. സിറിയയിൽ നിന്നും ലെബനിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യത്തെ പിൻവലിക്കുന്നതിന് ബന്ധപ്പെട്ട പ്രമേയത്തിനാണ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ചത്. രക്തത്തിൻ്റെ ചോരക്കടലിൽ സത്യത്തിനെ കൊല്ലാനാകില്ല. യു കനോട്ട് ഡ്രോൺ ദ ട്രൂത്ത് ഇൻ സീസ് ഓഫ് ബ്ലഡ് എന്ന വാചകം ഏത് പ്രശസ്ത നോവലിൽ നിന്നാണ്? ഉത്തരം മാക്സിം ഗോർക്കിയുടെ അമ്മ. ചുടുവെള്ളം തണുത്ത വെള്ളത്തേക്കാൾ വേഗത്തിൽ ഐസായി മാറുന്ന ശാസ്ത്ര പ്രതിഭാസത്തിൻ്റെ പേര്? ഉത്തരം എംപബെ എഫക്റ്റ്. സ്വന്തമായ ഒരു രാജ്യമോ ഭൂപ്രദേശമോ ഇല്ലാത്ത ലോകത്തിലെ ഏക പരമാധികാര സ്ഥാപനം ഏത്? ഉത്തരം സൊവറൈൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ട. ഇവർക്ക് സ്വന്തമായി ഭൂപ്രദേശമില്ലെങ്കിലും പരമാധികാര ഭരണകൂടങ്ങൾ നൽകുന്ന അധികാരങ്ങൾ ഇവർക്കുണ്ട്. ശീതയുദ്ധം എന്ന പദം അമേരിക്കൻ രാഷ്ട്രീയക്കാർ ജനകീയമാക്കുന്നതിന് മുമ്പ് 1945 പുറത്തിറങ്ങിയ യു ആൻഡ് ദ അറ്റോമിക് ബോംബ് എന്ന ലേഖനത്തിൽ ആദ്യമായി ഉപയോഗിച്ച പ്രശസ്ത എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ജോർജ് ഓർവെൽ. മനുഷ്യ ശരീരത്തിൽ രക്തയോട്ടമില്ലാത്ത ഒരേയൊരു ഭാഗം ഏതാണ്? ഉത്തരം കണ്ണിലെ കോർണിയ. ഇവയ്ക്ക് ആവശ്യമായ ഓക്സിജൻ നേരിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നു. 1912 മുതൽ 1948 വരെ അത്ലറ്റിക്സ് പോലെയുള്ള കായിക ഇനങ്ങൾക്ക് പുറമെ ഒളിമ്പിക്സിൽ മെഡൽ നൽകിയിരുന്ന മറ്റൊരു വിഭാഗം ഏതാണ്? ഉത്തരം കലകൾ. സാഹിത്യം, സംഗീതം, ചിത്രരചന, ശില്പകല തുടങ്ങിയവയ്ക്ക് 1912 മുതൽ 1948 വരെ മെഡലുകൾ ലഭിച്ചിരുന്നു. ലോകത്ത് ഏറ്റവും അപൂർവമായി കാണപ്പെടുന്നതും സുവർണരക്തം എന്നറിയപ്പെടുന്നതുമായ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഉത്തരം RH നൽ. ലോകത്ത് ഇതുവരെ 50-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഗ്രീക്ക് പുരാണങ്ങളിൽ സ്വപ്നങ്ങളുടെ ദേവനായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? മോർഫിയസ്. ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന മോർഫിൻ എന്ന വേദന സംഹാരിക്ക് ആ പേര് ലഭിച്ചത് ഇതിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏവ? ഉത്തരം റഷ്യയും ചൈനയും. 2 രാജ്യങ്ങളും 14 വീതം രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സോണുകളുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഫ്രാൻസ്. വിവിധ ഭൂഖണ്ഡങ്ങളിലായി കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ ആകെ 12 ടൈം സോണുകളാണ് ഫ്രാൻസിനുള്ളത്. ഒരു വാക്കിന് പരസ്പര വിരുദ്ധമായ 2 അർത്ഥങ്ങൾ വരുന്ന വാക്കുകളെ ഇംഗ്ലീഷ് വ്യാകരണങ്ങൾ എന്ത് വിളിക്കുന്നു?
കോൺട്രോണിം അഥവാ ഓട്ടോ ആന്റോണിം. ഉദാഹരണത്തിന് സാങ്ഷൻ എന്ന വാക്കിന് അനുമതി നൽകുക എന്നും വിലക്ക് ഏർപ്പെടുത്തുക എന്നും അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഓവർസൈറ്റ് എന്നതിന് മേൽനോട്ടം എന്നും ശ്രദ്ധക്കുറവ് എന്നും അർത്ഥം വരുന്നു. ലോകത്തിലെ ഏറ്റവും പഴയതും ഇപ്പോഴും പ്രവർത്തിക്കുന്നതുമായ ബാങ്ക് ഏതാണ്? ബാങ്കാമേഡെ ഡെയ് പാസ്കി ഡി സിയേന. 1472 ഇറ്റലിയിൽ സിയന്ന നഗരത്തിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്നതും എന്നാൽ ഒരാൾ പോലും ജീവഹാനി സംഭവിക്കാത്തതുമായ യുദ്ധം 335 Years War എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു? ഉത്തരം നെതർലാൻഡും സില്ലി ദ്വീപുകളും. 1651 മുതൽ 86 വരെയുള്ള ഈ യുദ്ധം ഔദ്യോഗികമായി നിലനിന്നത്. സ്പെയിനിൻ്റെ ദേശീയഗാനമായ മാർച്ച് റിയലിനുള്ള ഒരു വലിയ പ്രത്യേകത എന്താണ്? ഉത്തരം ഈ ദേശീയഗാനത്തിന് ഔദ്യോഗികമായ വരികളില്ല, സംഗീതം മാത്രമേ ഉള്ളൂ. 1977 ഓഗസ്റ്റ് 15 ഒഹായോ സ്റ്റേറ്റ് സർവകലാശാലയിൽ ബിഗ് ഇയർ റേഡിയോ ടെലിസ്കോപ്പ് ഒരു സിഗ്നൽ രേഖപ്പെടുത്തി. അന്യഗ്രഹ ജീവികൾ കുറിച്ചുള്ള ചർച്ചകളിൽ പ്രസിദ്ധമായ 72 സെക്കൻഡ് നീണ്ടുനിന്ന റേഡിയോ സിഗ്നൽ അറിയപ്പെടുന്ന പേര്? വാവ് സിഗ്നൽ. ജ്യോതിശാസ്ത്രജ്ഞൻ ജെറി ആർ എയ്ഫ്മാൻ പ്രിൻ്റൗട്ടിൽ വാവ് എന്ന് കുറിച്ചതിൽ നിന്ന് ഉയർന്ന വിസ്കോസിറ്റി ഉള്ള പിച്ച് ദ്രാവകമാണെന്ന് തെളിയിക്കാൻ 1927 ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് സർവകലാശാലയിൽ ആരംഭിച്ച ലോകത്തിൽ ഇപ്പോഴും നീണ്ടുനിൽക്കുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്ത്? പിച്ച് ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. സാന്ദ്രത സാമ്യമുള്ള പിച്ചിൽ നിന്നും ഒരു തുള്ളി വീഴാൻ വർഷങ്ങളെടുക്കും. 1908 ജൂൺ 30 സൈബീരിയയിലെ ഏകദേശം 2150 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശത്തെ കോടിക്കണക്കിന് മരങ്ങൾ ആഘോഷ വിസ്ഫോടനത്തെ തുടർന്ന് നശിച്ചു. ഹിരോഷിമ അണുബോംബ് സ്ഫോടനത്തിൻ്റെ 1000 മടങ്ങ് ശക്തി കണക്കിയ ഈ സ്ഫോടനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തുങ്കുസ്ക സംഭവം. ഉൽക്കയോ വാൽനക്ഷത്രത്തിൻ്റെ ഭാഗമോ അന്തരീക്ഷത്തിൽ പൊട്ടിത്തെറിച്ചാണ് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ദിനോസറുടെ വംശനാശത്തിന് കാരണമായ ഉൽക്കാപതനത്തിൻ്റെ പ്രധാന തെളിവായ ഇറേഡിയത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ നോബൽ ജേതാവായ ലൂയിസ് അൽവാരസും മകൻ വാൾട്ടർ അൽവാരസും ചേർന്ന് അവതരിപ്പിച്ച തിയറി? ഇറേഡിയം ക്രിസ്റ്റേഷ്യസ് പാലിയോജിൻ. അതിർത്തിയിൽ ശിലാപാളികളിൽ അസാധാരണ അളവിൽ ഇറേഡിയം കണ്ടെത്തിയതാണ് പ്രധാന തെളിവ്. 1848 ഒരു വലിയ ഇരുമ്പുദണ്ട് തലയിലൂടെ തുളച്ചു കയറിയിട്ടും അത്ഭുതകരമായി ജീവിച്ച ഒരു വ്യക്തിയുണ്ട്. തലച്ചോറും വ്യക്തിത്വവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ന്യൂറോ സയൻസിനെ സഹായിച്ച ഇദ്ദേഹം ആരാണ്? ഉത്തരം ഫിനിയാസ് ഗേജ്. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? ഉത്തരം അറിയാവുന്നവർ വേഗം കമൻറ്റ് ചെയ്യും. ഇന്നത്തേക്ക്